ഗുഡ് മോർണിംഗ്. +2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ലാബിലെ ലാബ് 18 ഫങ്ഷൻസ്. ഫങ്ഷൻ എന്താന്ന് നമുക്കൊക്കെ അറിയാം. എ റിലേഷൻ ഫ്രം എ ടു ബി is said to be a function if every element of set A has unique image in set B. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തന്നിരിക്കുന്ന ഗ്രാഫ്, ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് തരും. ആ ഗ്രാഫ് നോക്കിക്കൊണ്ട് തന്ന ഫംഗ്ഷൻ 1 ആണോ ഓൺ 2 ആണോ നമ്മൾ ജോമെട്രിക്കലി കണ്ടുപിടിക്കും. അതാണ് നമ്മൾ ഈ ലാബിൽ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ തന്ന ഫംഗ്ഷൻ 1 ഓൺ 2 അല്ല എങ്കിൽ അതിനെ എങ്ങനെയാണ് 1 ഓൺ 2 ആക്കുന്നേ, എന്ത് ചെയ്യണം? ഡൊമെയിന് റെസ്ട്രിക്ട് ചെയ്യണം, കോഡൊമെയിന് റെസ്ട്രിക്ട് ചെയ്യണം. അതെങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം? ഗ്രാഫ് നോക്കിക്കൊണ്ട് ഡൊമെയിനിനെയും കോഡൊമെയിനെയും റെസ്ട്രിക്ട് ചെയ്തിട്ട് ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷനാക്കി മാറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അവസാനമായിട്ട് ആക്ടിവിറ്റി 18.4 നമ്മൾ ചെയ്യുന്നത് രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കും. ജോമെട്രിക്കലായിട്ട് രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നും കൂടിയാണ് നമ്മൾ ആക്ടിവിറ്റി 18.4 ചെയ്യുന്നത്. ഈ ലാബിൻ്റെ എയിംസ് ടു വിഷ്വലൈസ് 1-to-1 ആൻഡ് on-to function geometrically, to restrict the domain and codomain of a functions so as to make it a bijection. Third one, to visualize composition of two functions geometrically. ഈ ലാബ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രീവിയസ് നോളേജ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ 1-to-1 ആൻഡ് on-to functions. സെക്കൻഡ് വൺ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. ഇത് നമ്മൾ ക്ലാസ്സിൽ നേരത്തെ തന്നെ പഠിച്ച കാര്യങ്ങളാണ്. 1-to-1 ഫംഗ്ഷൻ എന്താണെന്നറിയാം, on-to ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് അറിയാം. എന്നാലും നമ്മൾ ഒരു പ്രാവശ്യം അത് റിവൈസ് ചെയ്തിട്ട് ലാബ് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. 1-1 ഫംഗ്ഷൻ ഓർ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു ബി is said to be 1-1 ഫംഗ്ഷൻ if f maps distinct elements of A to distinct elements of B. ഇവിടുത്തെ ഡിഫറെൻ്റ് എലമെൻസിനെ ബിയിലെ ഡിഫറെൻ്റ് എലമെൻസിലേക്ക് മാപ്പ് ചെയ്യണം. ഇഫ് x1 നോട്ട് ഈക്വൽ ടു x2 then f of x1 നോട്ട് ഈക്വൽ ടു f of x2. ഇവിടെ ഇരിക്കുന്ന വേറെ വേറെ എലമെൻറ്റിനെ വേറെ വേറെ എലമെൻറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യണം. സച്ച് ഫങ്ഷൻസ് ആർ സെറ്റ് ടു ബി 1-1 ഫംഗ്ഷൻ. ഇഫ് f of x1 ഈക്വൽ ടു f of x2 then x1 ഈക്വൽ ടു x2. അതാണ് 1-1 ഫംഗ്ഷൻ്റെ കണ്ടീഷൻ. ഇവിടെ നോക്കിയേ, എഫ് ഫ്രം എ ടു ബി ഇറ്റ് മാപ്സ് x1 ടു y, x2 to y. f of x1 is equal to f of x2, but here x1 is not equal to x2. This function is not 1-1. This function is said to be many-one function. കോഡൊമെയിനിലെ y എന്ന് പറഞ്ഞ എലമെൻറ്റിന് 2 പ്രീ ഇമേജ് ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ 1-1 ഫംഗ്ഷൻ അല്ല. ഇനി നമ്മൾ on-to ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ വരച്ചിരിക്കുന്ന ആരോ ഡയഗ്രാമിൽ ഇരിക്കുന്ന ഈ ഫംഗ്ഷൻ on-to ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ട് അല്ല? 16 എന്ന് പറഞ്ഞ എലമെൻറ്റിന് പ്രീ ഇമേജ് ഇല്ല. ഓക്കെ, on-to ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ എഫ് ബിക്കംസ് on-to ഫംഗ്ഷൻ ഇഫ് എവറി എലമെൻറ്റ് ഓഫ് ബി ഹാസ് പ്രീ ഇമേജ്. ഇവിടുത്തെ എല്ലാ എലമെൻറ്റിനും ഒന്നോ ഒന്നിൽ കൂടുതലോ പ്രീ ഇമേജ് ഉണ്ടാവാം. എല്ലാ എലമെൻറ്റിനും പ്രീ ഇമേജ് ഉണ്ടാവണം. ഇവിടെ 16 പ്രീ ഇമേജ് ഇല്ലാത്തത് കൊണ്ട് ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് on-to. Now here every element of B has pre-images. So this function is on-to function or surjective function. Every element of B has pre-image. ഒരു pre-image ഉണ്ടാവാം, ഒന്നിൽ കൂടുതൽ pre-images ഉണ്ടാവാം. ഇവിടെ 11ന് 2 pre-images ഉണ്ട്. അപ്പോൾ ഇത് on-to function ആണ്. ഒന്നോ ഒന്നിൽ കൂടുതലോ pre-images ഉണ്ടാവണം. ഈ ഫംഗ്ഷൻ on-to ഫംഗ്ഷൻ ആണ്, പക്ഷെ ഇത് 1-1 ഫംഗ്ഷൻ അല്ല. 4 is not equal to 5, but f of 4 is equal to 11, which is equal to f of 5. Okay, this function is not 1-1, but it is on-to function. Okay, this is not injective, but it is surjective. Now, bijective function. A function is said to be bijective if it is both 1-1 and on-to. 1-1 ഫംഗ്ഷനും ആയിരിക്കണം, on-to ഫംഗ്ഷനും ആയിരിക്കണം. ഡിഫറെൻ്റ് എലമെൻസിനെ ഡിഫറെൻ്റ് എലമെൻസിലേക്ക് മാപ്പ് ചെയ്യണം. ഈ ബിയിലെ കോഡൊമെയിനിലെ എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ടാവണം. സച്ച് ഫംഗ്ഷൻസ് ആർ സെറ്റ് ടു ബി ബൈജക്റ്റീവ് ഫംഗ്ഷൻ. Another example is this arrow diagram. ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായ ആരോ ഡയഗ്രാമാണ് നമ്മളിവിടെ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാഫിലൂടെയാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1-1 ആണോ on-to ആണോ എന്ന് ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കും. അതിന് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്.
ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. ഗ്രാഫിലൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈന് വരയ്ക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 ആണോ ഓൺ 2 ആണോ എന്ന് കണ്ടുപിടിക്കാം. ആക്ടിവിറ്റി 18.1 1 to 1 ആൻഡ് ഓൺ 2 ഫങ്ഷൻസ്. ഈ ആക്ടിവിറ്റി ചെയ്യാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലെറ്റിന്റെ ഫിഗർ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ ഇരിക്കുന്ന ഫംഗ്ഷൻ x² ഗ്രാഫാണിത്. പിന്നെ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. ആ സ്ലൈഡറിൽ ഇരിക്കുന്ന വാല്യൂ a = 4. 0,4 പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് a. അതായത് നമ്മൾ a എന്ന് പറഞ്ഞ പോയിന്റിനെ ജനറലായിട്ട് എടുക്കുമ്പോൾ 0a എന്ന് കൊടുക്കണം. ഇത് 0,4, ഇവിടെ a 4 ആയതുകൊണ്ട് 0,4. എക്ക് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ ഈ പോയിന്റ് മൂവ് ചെയ്യണമെങ്കിൽ ഈ പോയിന്റ് നമ്മൾ എടുക്കേണ്ടത് 0a. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന y ആക്സിസിന് പെർപെൻഡിക്കുലർ ആയ ഒരു ലൈന് വരക്കണം. അതിന് പെർപെൻഡിക്കുലർ ടൂൾ എടുക്കണം. ഈ പോയിന്റിലും y ആക്സിസിലും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടൽ ലൈന് കിട്ടും. അതിനുശേഷം ഈ ഹൊറിസോണ്ടൽ ലൈനും നമ്മുടെ ഗ്രാഫ് x² ഗ്രാഫും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കണം. അതിന് എന്താ ചെയ്യേണ്ടത്? ഇന്റർസെക്ട് ടൂൾ എടുക്കണം. ഈ ഹൊറിസോണ്ടൽ ലൈനിലും x² ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ 2 പോയിന്റ്സ് കിട്ടും. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം ഈ കർവിൻ്റെയും ലൈനിൻ്റെയും പോയിന്റ്സിൻ്റെ ഒക്കെ കളറ് വേണമെങ്കിൽ മാറ്റാം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത്. പ്രൊസീജിയർ: ഡ്രോ ദ ഗ്രാഫ് ഓഫ് f of x = x². Create a slider A and plot the point 0a. Draw a line through the point and perpendicular to the y-axis. ഇത്ര കാര്യങ്ങൾ മാത്രമേ പ്രൊസീജിയർ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ ബുക്കിൻ്റെ റൈറ്റ് സൈഡിൽ എയും കോൺസെപ്റ്റ് പ്രൊസീജിയർ എഴുതണം. ഓക്കെ, എയും കോൺസെപ്റ്റ് തൊട്ട് മുന്നേ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ എയിമും കോൺസെപ്റ്റും പിന്നെ ഈ പ്രൊസീജിയറുമാണ് നമ്മൾ ഒബ്സർവേഷൻ ബുക്കിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതേണ്ടത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഒബ്സർവേഷൻ ബുക്കിൻ്റെ ലെഫ്റ്റ് സൈഡ് എഴുതണം. അതിനുശേഷം ആക്ടിവിറ്റി ചെയ്തിട്ട് അതിൻ്റെ ആൻസർ അവിടെ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് ഫോർ എനി വാല്യൂ ഓഫ് a the line meets the graph of a function at more than one point, can we say whether the function 1 to 1 or not? Why? നമ്മൾ വരച്ച ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്താൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 ആണോ അല്ലയോ, അതെങ്ങനെയാണ് നമ്മൾ പറയാൻ പറ്റുക? അതാണ് ഇവിടുത്തെ ചോദ്യം. സെക്കൻഡ് വൺ: if for all values of a the line meets the graph of a function at least one point, can we say whether the function onto or not? എയുടെ എല്ലാ വാല്യൂസിനും ഈ ലൈൻ നമ്മൾ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതലോ പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആവുമോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. നമ്മുടെ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒന്നിൽ കൂടുതലോ പോയിന്റ്സിൽ മീറ്റ് ചെയ്യണം. എയുടെ എല്ലാ വാല്യൂസിനും നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒന്നിൽ കൂടുതലോ പോയിന്റ്സിൽ മീറ്റ് ചെയ്യണം. അങ്ങനെ മീറ്റ് ചെയ്താൽ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആകുമോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. യൂസിങ് എബോ ആപ്ലെറ്റ് സേ വെദർ ദ ഫംഗ്ഷൻ f from r to r ഡിഫൈൻഡ് എബോ, അതായത് f of x = x² is 1 to 1 or on to. Keeping above ideas in mind, one can say whether a function is 1 to 1 or on to by observing its graph, even without drawing the horizontal line. Horizontal line ഇല്ലാതെയും നമുക്ക് ഗ്രാഫ് കണ്ടിട്ട് തന്നെ അത് 1 ആണോ ഓൺ ടു ആണോ ചെക്ക് ചെയ്യാം. അത് നമ്മൾ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത ശേഷം നമ്മൾ ആ ഫയലിനെ ആക്ടിവിറ്റി 18.1 ആയിട്ട് സേവ് ചെയ്യണം. നമുക്കിനി ജിയോജിബ്ര എടുത്തിട്ട് ഈ ആക്ടിവിറ്റീസ് ചെയ്തു നോക്കാം. ജിയോജിബ്ര ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇൻപുട്ട് ബാറിൽ x² ടൈപ്പ് ചെയ്ത് കൊടുക്കണം. x∩2. x² ഗ്രാഫ് വന്നു. ഇനി നമ്മളൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സ്ലൈഡർ ടൂൾ എടുക്കുക, ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യുക. സ്ലൈഡർ എ മിനിമം മാക്സിമം വാല്യൂ -10 10 ആയിട്ട് കൊടുക്കാം. -5 ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ചും കൂടി സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് വലിയ വാല്യൂസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇൻക്രിമെൻറ്റ് 0.1 എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലൈഡർ ഇവിടെ വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു y ആക്സിസിൻ്റെ മുകളിൽ ഒരു പോയിന്റ് വേണം.
അതിൻ്റെ y കോർഡിനേറ്റ് a വരണം. ഓക്കെ, സ്ലൈഡറുടെ വാല്യൂ ആണ് അതിൻ്റെ y കോർഡിനേറ്റ് ആയിട്ട് വരേണ്ടത്. സോ ഇൻ ഇൻപുട്ട് ബാർ എൻ്റർ 0,a 0,a. ഇപ്പോൾ ഇവിടെ എയുടെ വാല്യൂ 1 ആയതുകൊണ്ട് 0,1ലാണ് അവിടെ പോയിന്റ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കണം. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന y ആക്സിസിന് പെർപെൻഡിക്കുലർ ആയ ലൈൻ വരക്കണം. സോ ടേക്ക് പെർപെൻഡിക്കുലർ ടൂൾ. ഇവിടെ ഇരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ടൂൾ എടുക്കണം. ക്ലിക്ക് ഓൺ ദിസ് പോയിന്റ് എ ആൻഡ് ഓൺ y ആക്സിസ്. ഹൊറിസോണ്ടൽ ലൈന് കിട്ടി. ഇനി ഹൊറിസോണ്ടൽ ലൈനും എക്സ് സ്ക്വയറും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇന്റർസെക്ട് ടൂൾ എടുക്കുക, ലൈനിൽ ക്ലിക്ക് ചെയ്യുക, എക്സ് സ്ക്വയർ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് കിട്ടി. എയുടെ കളർ ചേഞ്ച് ചെയ്യാൻ എയിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കണം. ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് എടുക്കുക, അതിൻ്റെ കളർ അങ്ങ് മാറ്റിയേക്കാം. ഓക്കെ, ഇനി നമുക്ക് ബിയും സിയുടെയും കളറും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിയിൽ ക്ലിക്ക് ചെയ്യുക, ബി സെലക്ട് ചെയ്യണം, കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്ലസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആദ്യം ബിയിൽ ക്ലിക്ക് ചെയ്യണം, കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് സിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 പോയിന്റ് സെലക്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് കൊടുക്കണം, ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടി എടുക്കണം, അതിൻ്റെ കളർ അങ്ങ് മാറ്റിയേക്കാം. കളർ മാറ്റേണ്ടത് നിർബന്ധമൊന്നുമല്ല, നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇനി നമുക്കിവിടെ ബി സി എന്ന് പറഞ്ഞ ലേബിൾ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഷോ ലേബിൾ ക്ലിക്ക് ചെയ്യുക. ഷോ ലേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേബിൾ അങ്ങ് പോകും. ഓക്കെ, 2 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്, പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ. ഈ ലൈനിൻ്റെ കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇതിൻ്റെ ലേബിൾ നമുക്ക് ആവശ്യമില്ല, ലേബിൾ അങ്ങ് കളഞ്ഞേക്കാം. ഓക്കെ, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഇത്രയും കാര്യങ്ങളാണ് ആക്ടിവിറ്റി 18.1 ചെയ്യാനുള്ളത്. ഇനി നമ്മൾ സ്ലൈഡർ മൂവ് ചെയ്യും തോറും ഈ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിലൂടെ മൂവ് ചെയ്യും. സ്ലൈഡറിൽ ഇരിക്കുന്ന വാല്യൂ a is equal to 4. So this point is 0, 4. ഈ y വാല്യൂ 4ന് നമുക്ക് 2 പ്രീ ഇമേജ് കിട്ടും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോയിന്റ് 2, 4 ആണ്. ഇവിടുത്തെ ഈ പോയിന്റ് -2, 4 ആണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 2നെ 4ലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ -2നെയും 4ലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. 2 to 4 -2 to 4. 2 is not equal to -2. But f of 2 is equal to f of -2. So this function is not 1, 1. ഇവിടുത്തെ ഒരു y വാല്യൂവിന് 4 എന്ന് പറഞ്ഞ y വാല്യൂവിന് 2 പ്രീ ഇമേജസ് ഉണ്ട്, 2ഉം -2. ഇപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ 2 പോയിന്റ്സിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ y വാല്യൂവിന് 2 പ്രീ ഇമേജസ് ഉണ്ട്. സോ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1, 1. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്താൽ ദാറ്റ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1, 1. ഇനി നമ്മൾ ഓൺ ടു ആണോ ചെക്ക് ചെയ്യാൻ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിലൂടെ y ആക്സിസിലൂടെ മൂവ് ചെയ്യുക. ഹൊറിസോണ്ടൽ ലൈനിനെ y ആക്സിസിലൂടെ മൂവ് ചെയ്യുക. നമ്മൾ ഓൺ ടു ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഈ സ്ലൈഡറിൻ്റെ വാല്യൂ -3 ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ 0, -3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെയാണ് ഇപ്പോൾ പാസ് ചെയ്തിരിക്കുന്നത്. ഈ ലൈൻ നമ്മുടെ ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നില്ല, ഗ്രാഫിലൂടെ പാസ് ചെയ്യുന്നില്ല. അതായത് y = -3 വരുന്ന ഒരു പോയിന്റും ഗ്രാഫിലില്ല. അതായത് ഈ -3ക്ക് പ്രീ ഇമേജ് ഇല്ല. ഓക്കെ, ദിസ് ഹൊറിസോണ്ടൽ ലൈൻ ഡസ് നോട്ട് പാസസ് ത്രൂ ദ ഗ്രാഫ്. ദിസ് ലൈൻ ഡസ് നോട്ട് ടച്ചസ് ദ ഗ്രാഫ് അറ്റ് എനി പോയിന്റ്. സോ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു. -3ക്ക് പ്രീ ഇമേജ് ഇല്ല. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഗ്രാഫിന് പകരം നമ്മളിപ്പോൾ x³ എന്ന് പറഞ്ഞ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് x³ ഗ്രാഫാണ്. x² ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, x³ ഗ്രാഫാണ് എടുത്തിരിക്കുന്നത്. സ്ലൈഡർ മൂവ് ചെയ്യുന്ന പോലെ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒറ്റൊരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒരു പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1, 1 ഫംഗ്ഷൻ ആണ്. എയുടെ വാല്യൂ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഹൊറിസോണ്ടൽ ലൈൻ കുറഞ്ഞത് ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഫംഗ്ഷൻ ഇസ് ഓൺ ടു ഫംഗ്ഷൻ. f of x = x³ is both 1, 1 and on 2. അടുത്തതായിട്ട് sin x ഗ്രാഫാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ
ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. സൈൻ എക്സ് ഇസ് നോട്ട് 1 1. ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്താൽ ഫംഗ്ഷൻ നോട്ട് 1 1 ആണ്. ഇവിടുത്തെ ഈ y വാല്യൂവിന് ഇവിടെ ഒരു x1 ഉണ്ട്, ഇവിടെ ഒരു x2 ഉണ്ട്, ഇവിടെ ഒരു x3, ഇവിടെ ഒരു x4, അതുപോലെ ഇൻഫിനിറ്റ്ലി മെനി പ്രീ ഇമേജസ് കിട്ടും. ഈ ഒറ്റൊരു y വാല്യൂവിന് ഇൻഫിനിറ്റ്ലി മെനി പ്രീ ഇമേജസ് ഉണ്ട്. ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് വന്നാൽ ദാറ്റ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1. സോ സൈൻ എക്സ് ഇസ് നോട്ട് 1 1. 3 sin x, sin 2x എക്സെട്ര നോട്ട് 1 1. അതുപോലെ തന്നെ ഈ എയുടെ വാല്യൂ ഞാൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എനെ -3.4 വെച്ചിട്ടുണ്ട്. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഈ ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നേ ഇല്ല, ഈ പോയിന്റിന് പ്രീ ഇമേജ് ഇല്ല. when y is equal to -3.4 it has no pre-image. sin xന്റെ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -1 1 ആണ്. നമ്മൾ y വാല്യൂ 1നേക്കാളും കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ്സിനൊന്നും പ്രീ ഇമേജ് ഉണ്ടാവില്ല. വൈയുടെ വാല്യൂ -1നേക്കാളും ചെറുതായിട്ട് എടുത്തു കഴിഞ്ഞാലും ആ വാല്യൂസിനൊന്നും പ്രീ ഇമേജ് ഉണ്ടാവത്തില്ല. സോ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു. സോ സൈൻ എക്സ് ഇസ് നോട്ട് 1 1 ആൻഡ് നോട്ട് ഓൺ ടു. അപ്പൊ നമ്മൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ആണോ ഓൺ ടു ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 അല്ല. ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നില്ല എങ്കിൽ, ഒരു പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നില്ല എങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു. ഇതാണ് ആക്ടിവിറ്റി 18.1. ആക്ടിവിറ്റി 18.1 ഒബ്സർവേഷൻസ്. അതിലെ ആദ്യത്തെ ചോദ്യം നമ്മൾ നേരത്തെ വായിച്ചതാണ്. അതിന്റെ ആൻസർ: the function is not 1 1 since distinct elements in the domain mapped to same element. ഡൊമെയിനിലെ ഡിഫറെന്റ് എലമെന്റ്സിനെ സെയിം എലമെന്റിലേക്ക് മാപ്പ് ചെയ്യും. നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ y വാല്യൂവിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ട് എന്നർത്ഥം. അതായത് ഒന്നിൽ കൂടുതൽ എക്സ് വാല്യൂസിനെ സെയിം y വാല്യൂയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1. x1 not equal to x2 but f of x1 equal to f of x2. ഹൊറിസോണ്ടൽ ലൈൻ രണ്ട് പോയിന്റ്സിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടുത്തെ x1 x2 -2 2 ആണ്, f of 2 is 4, f of -2 is 4. ഡിഫറെന്റ് എലമെന്റ്സിനെ സെയിം എലമെന്റിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. -2 not equal to 2 but f of -2 is equal to f of 2. So when the horizontal line meets the graph at more than 1 points, then the function is not 1 1. എക്സ് ക്യൂബിന്റെ ഗ്രാഫ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഒറ്റൊരു പോയിന്റിൽ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഫംഗ്ഷൻ ഇസ് 1 1. If for all values of a the line meets the curve at least 1 point, then the function is on to. എല്ലാ വാല്യൂവിനും, എയുടെ എല്ലാ വാല്യൂസിനും നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്യണം. ഒന്നിൽ കൂടുതലോ പോയിന്റ്സിൽ മീറ്റ് ചെയ്യാം. ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്താൽ ആ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. For y equal to a, if the horizontal line meets the curve at a point, it means that for a value y equal to a in codomain, there exists a value x in domain such that f of x is equal to a. For example, here a is equal to 4. ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ് വാല്യൂ കിട്ടും. ഈ എക്സിനെ ഈ ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് 4ലേക്കാണ്. ഇവിടുത്തെ നേരെ താഴെ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ എക്സ് വാല്യൂവിനെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 നിറഞ്ഞ വാല്യൂയിലേക്കാണ് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത്. എക്സിനെ 4ലേക്ക് ഫംഗ്ഷൻ മാപ്പ് ചെയ്യും. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4. So for any y value, there exists at least one x such that f of x is equal to y. So the function is on to. എല്ലാ y വാല്യൂവിനും ഒരു x വാല്യൂ ഉണ്ട്. എല്ലാ y വാല്യൂവിനും നമുക്കൊരു x വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ ഫംഗ്ഷൻ ഇസ് ഓൺ ടു. ഇപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ കുറഞ്ഞത് ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്താൽ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്താൽ നോട്ട് 1 1. ഒന്നിൽ കൂടുതലോ പോയിന്റ്സിൽ മീറ്റ് ചെയ്താൽ ഫംഗ്ഷൻ ഓൺ ടു ആണ്. എയുടെ എല്ലാ വാല്യൂസിനും ലൈൻ ഒന്നിൽ കൂടുതലോ പോയിന്റ്സിൽ മീറ്റ് ചെയ്താൽ ഫംഗ്ഷൻ ഓൺ ടു ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എയുടെ ഏതെങ്കിലും ഒരു വാല്യൂവിന് ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്താൽ ഫംഗ്ഷൻ 1 1 അല്ല. രണ്ടാമത്തെ കാര്യം, എയുടെ എല്ലാ വാല്യൂസിനും
ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ മീറ്റ് ചെയ്താൽ മാത്രമേ ഫംഗ്ഷൻ ഓൺ ടു ആവത്തുള്ളൂ. ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് പഠിക്കണം. ആദ്യത്തേത് 1 1 അല്ലാതാവുന്നത് എയുടെ ഏതെങ്കിലും ഒരു വാല്യൂവിന് ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ 1 1 അല്ല. ഓൺ ടു ആവുന്നത് എയുടെ എല്ലാ വാല്യൂസിനും ഹൊറിസോണ്ടൽ ലൈൻ ഒന്നോ ഒന്നിൽ കൂടുതലോ പോയിന്റ്സിൽ മീറ്റ് ചെയ്യണം. ഒരു പോയിന്റിൽ മീറ്റ് ചെയ്താലും മതി, ഓൺ ടു ആകും. If the horizontal line intersect the graph of a function more than one time, then the function is not 1 1. ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ഇന്റർസെക്റ്റ് ചെയ്താൽ ഫംഗ്ഷൻ നോട്ട് 1 1. If a horizontal line intersect the graph of a function at a single point, then the function is 1 1. ഒറ്റൊരു പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്താൽ 1 1 ആണ്. ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ഇന്റർസെക്റ്റ് ചെയ്താൽ നോട്ട് 1 1 ആണ്. ഓക്കെ, ഇവിടെ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് 1 1 അല്ല. ഇവിടെ ഒറ്റൊരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് 1 1 ആണ്. യൂസിങ് above applet, say whether the function f from r to r defined above is 1 to 1 or on to. അതായത് നമ്മൾ എടുത്ത ഫംഗ്ഷൻ x² ആണ്. ഈ ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ അല്ല, കാരണം നമ്മുടെ ലൈൻ 2 പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. സെയിം y വാല്യൂവിന് 2 x വാല്യൂസ് ഉണ്ട്, 2 പ്രീ ഇമേജസ് ഉണ്ട്. ഡിഫറെൻ്റ് ആയ 2 എക്സ് വാല്യൂസിനെ മാപ്പ് ചെയ്യുന്നത് സെയിം y വാല്യൂയിലേക്ക്. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1. ആൻഡ് ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു. ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ നമ്മുടെ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നേ ഇല്ല. അതായത് ഇവിടുത്തെ ഈ y വാല്യൂവിന് 0ന്റെ താഴെ വരുന്ന ഒരു y വാല്യൂവിനും പ്രീ ഇമേജസ് ഇല്ല. ഇതിന്റെ റേഞ്ച് 0 to infinity ക്ലോസ്ഡ് അറ്റ് 0. 0ന്റെ താഴെ വരുന്ന നെഗറ്റീവ് വാല്യൂസിനൊന്നും പ്രീ ഇമേജസ് ഇല്ല. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു. Given function is not 1 1 and not on to. Keeping above ideas in mind, one can say whether a function is 1 to 1 or on to by observing its graph. നമുക്ക് ഗ്രാഫ് കണ്ടാൽ തന്നെ ഫംഗ്ഷൻ 1 1 ആണോ ഓൺ ടു ആണോ നമുക്ക് പറയാൻ പറ്റും. ഹൊറിസോണ്ടൽ ലൈനിന്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നോക്കിയേ, ഗ്രാഫ് ഇവിടെ ഇങ്ങനെ വന്ന് കുറഞ്ഞിട്ട് ഇതിന്റെ മിനിമം വാല്യൂലേക്ക് വന്നു, പിന്നെ ഫംഗ്ഷന്റെ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വളവ് വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ വളഞ്ഞു പോകുന്ന കേവ്സ് ഒന്നും 1 1 ഫംഗ്ഷൻ അല്ല. ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ വളവ് വന്നിട്ടുണ്ടെങ്കിൽ, ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ടേണിംഗ് പോയിന്റ് അതിനുണ്ടെങ്കിൽ, ഇങ്ങനെ ടേൺ ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോയിട്ട് പെട്ടെന്ന് ഡിക്രീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ നോട്ട് 1 1 ആണ്. ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിൽ തന്നെ കാണാം. ലൈൻ വരക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കേവ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ നോട്ട് 1 1. ഇങ്ങനെ വളവ് വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ നോട്ട് 1 1 ആണ്. അതുപോലെ തന്നെ ഓൺ ടു ആണോന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ റേഞ്ച് നമ്മൾ കണ്ടാൽ മതി. 0 to infinity ക്ലോസ്ഡ് അറ്റ് 0 ആണ് റേഞ്ച്. ഫംഗ്ഷൻ r to r ആണ്, പക്ഷേ റേഞ്ച് ഇസ് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. റേഞ്ച് 0 infinity ക്ലോസ്ഡ് അറ്റ് 0. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു. ഇവിടുത്തെ ഈ y വാല്യൂനൊന്നും പ്രീ ഇമേജസ് ഉണ്ടാവില്ല. ആക്ടിവിറ്റി 18.2 1 to 1 and on to function. Second one. Open activity 18.1 and save as activity 18.2. Create input box for f. Draw the graphs of the following functions defined from r to r and say whether they are 1 to 1 or on to. Find the range of the function in each case. ആക്ടിവിറ്റി 18.1 ചെയ്ത കാര്യങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്ടിവിറ്റി 18.2 ചെയ്യുന്നത്. ഒരു കാര്യം മാത്രമേ നമ്മളിവിടെ കൂടുതലായിട്ട് ചെയ്യാനുള്ളൂ. ഇൻപുട്ട് ബോക്സ് വേണം. എഫിന് ഫംഗ്ഷന് ഇൻപുട്ട് ബോക്സ് വേണം. അതിനുശേഷം ഇവിടെ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചിട്ട് ഫംഗ്ഷന്റെ ഗ്രാഫ് ഒബ്സർവ് ചെയ്തിട്ട് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ആ ഫംഗ്ഷന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. x² + 2 x³ - 3 x² + 3 3 sin x. ഇപ്പൊ തന്നെ നമുക്കറിയാം x² 1 1 അല്ല ഓൺ ടു അല്ല, നമ്മൾ തൊട്ട് മുന്നേ നോക്കിയിട്ടുണ്ട്. x² + 2 എന്ന് പറയുമ്പോൾ x² ഗ്രാഫ് ഒരു ഷിഫ്റ്റ് ചെയ്യും, 2 യൂണിറ്റ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് യു ഷേപ്പിലുള്ള ഗ്രാഫ് തന്നെയാണ് കിട്ടുന്നത്. ആ യു ഷേപ്പിൽ ഒരു വളവ് വരുന്ന ഗ്രാഫ് ഒക്കെ 1 1 അല്ല, ഓൺ ടു അല്ല. ഇതിന്റെ റേഞ്ച് 2 to infinity ആണ്. റേഞ്ച് ഇസ് നോട്ട് ഈക്വൽ ടു r. So this function is not 1 1, not on to. Range is equal to 2 to infinity closed at 2. നമുക്ക് ഗ്രാഫ് വരക്കാണ്ട് തന്നെ മനസ്സിൽ തന്നെ ഇമാജിൻ ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ.
ഓക്കെ, എന്നാലും നമുക്കൊന്ന് ഗ്രാഫ് വരച്ചിട്ട് നോക്കാം. സൈൻ എക്സ് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫൊക്കെ ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് വേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് തന്നെയാണ്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനും നമുക്ക് ആവശ്യമുണ്ട്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ സിയും ബിയും ഇവിടെ വന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 18.1 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നേരത്തെ ചെയ്ത ആക്ടിവിറ്റി 18.1 ആയിട്ട് സേവ് ചെയ്യണം. നേരത്തെ ചെയ്ത ആക്ടിവിറ്റി 18.1 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനെ സേവ് ആസ് എടുത്തിട്ട് ആക്ടിവിറ്റി 18.2 ആയിട്ട് സേവ് ചെയ്യണം. ആക്ടിവിറ്റി 18.1 18.2 ആയിട്ട് സേവ് ചെയ്യാം. ഇതിലാണ് നമ്മൾ ആക്ടിവിറ്റി 18.2 ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പ് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഇൻപുട്ട് ബോക്സ് ടൂൾ സെലക്ട് ചെയ്യാം, ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എഫ് എന്ന് മാത്രം കൊടുത്താലും മതി. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഏതുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ, അതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ആ ഫംഗ്ഷനായിട്ട് തന്നെ ലിങ്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ വന്നു. ഇനി ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് 2. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2 ആയതുകൊണ്ട് ആ ഫംഗ്ഷൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 2ൻ്റെ ഗ്രാഫാണ്. നമ്മൾ സ്ലൈഡർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ മൂവ് ചെയ്യുമ്പോൾ സ്ലൈഡർ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ വൈ വാല്യൂവിന് ഒന്നിൽ കൂടുതൽ എക്സ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒരു വൈ വാല്യൂവിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ട്. സോ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1. ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്താൽ ഫംഗ്ഷൻ നോട്ട് 1 1. ഇനി ഞാൻ ഈ ഹൊറിസോണ്ടൽ ലൈനിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഈ ലൈൻ നമ്മുടെ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നേ ഇല്ല. സോ ദിസ് വൈ വാല്യൂ ഹാസ് നോ പ്രീ ഇമേജ്. ഇതിൻ്റെ എക്സ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇല്ല. സോ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഗ്രാഫിൻ്റെ റേഞ്ച് എന്ന് വെച്ചാൽ 2 to ഇൻഫിനിറ്റി ആണ്. മിനിമം വാല്യൂ 2, പിന്നെ വൈ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇൻഫിനിലോട്ട് പോകുന്നുണ്ട്. 2 to ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 2 ആണ് ഈ ഗ്രാഫിൻ്റെ, ഈ ഫംഗ്ഷൻ്റെ റേഞ്ച്. സോ റേഞ്ച് ഇസ് നോട്ട് ഈക്വൽ ടു ആർ. So x square plus 2 is not 1 1 and not on 2. Next function is x cube minus 3x square plus 3. Input box le x cube minus 3x square plus 3 enter ചെയ്യണം. ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടും. സ്ലൈഡർ മൂവ് ചെയ്യുക. ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ 3 പോയിന്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വൈ വാല്യൂവിന് 3 പ്രീ ഇമേജസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ഈ വൈ വാല്യൂവിന് 3 പ്രീ ഇമേജസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1. ഇവിടെയൊക്കെ ഒറ്റൊരു പോയിന്റിലൂടെ മീറ്റ് ചെയ്യുന്നില്ലു. ഈ ഒരു പോയിന്റിലെ ഇവിടുത്തെ ഈ വൈ വാല്യൂവിന് ഒറ്റ പ്രീ ഇമേജേ ഉള്ളൂ. എന്നിരുന്നാലും ഇവിടെ എടുക്കുമ്പോൾ ഈ വൈ വാല്യൂവിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉണ്ട്. ഏതെങ്കിലും ഒരു വൈ വാല്യൂവിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് വന്നാൽ ദാറ്റ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1. ഓക്കെ, ഇവിടുത്തെ ഈ വൈ വാല്യൂവിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് ഉള്ളത് കൊണ്ട് ഈ ഫംഗ്ഷൻ 1 1 ഫംഗ്ഷൻ അല്ല. ഇനി ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ സ്ലൈഡർ മൂവ് ചെയ്യാം. സ്ലൈഡർ എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാലും ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ഒന്നിൽ കൂടുതലോ പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതലോ പോയിന്റ്സിൽ മീറ്റ് ചെയ്താൽ ദാറ്റ് ഫംഗ്ഷൻ ഇസ് ഓൺ ടു ഫംഗ്ഷൻ. അതായത് എല്ലാ വൈ വാല്യൂവിനും നമുക്കൊരു എക്സ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടുത്തെ ഈ വൈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു എക്സ് വാല്യൂ ഉണ്ടാകും. അതായത് ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് ഈ വൈയുടെ പ്രീ ഇമേജ്. എയുടെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു ഒന്നിൽ കൂടുതലോ എക്സ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഈ പോയിന്റിന്റെ പ്രീ ഇമേജ് എന്ന് പറയുമ്പോൾ 3 പോയിന്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റ് വരും. ഈ പോയിന്റിൽ വരുന്ന ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് -0.68. ഇവിടെ വരുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 0.9. ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 2.73. അതായത് വൈ വാല്യൂ 1.3 ആകുന്ന സമയത്ത് നമുക്ക് 3 എക്സ് വാല്യൂസ് കിട്ടും. 1.3ക്ക് 3 പ്രീ ഇമേജസ് ഉണ്ട്. ഓക്കെ, ഒന്നിൽ കൂടുതലോ പ്രീ ഇമേജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഓൺ ടു ആണ്. എല്ലാ വൈ വാല്യൂവിനും ഒരു പ്രീ ഇമേജ്, കുറഞ്ഞത് ഒരു പ്രീ ഇമേജ് എങ്കിലും ഉണ്ടാവണം. സോ ദ ഫംഗ്ഷൻ ഇസ് ഓൺ ടു ഫംഗ്ഷൻ. നമുക്കിവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഈ ഫംഗ്ഷന്റെ റേഞ്ച് -∞ to ഇൻഫിനിറ്റി ആണ്.
-∞ മുതൽ ഇങ്ങനെ വാല്യൂ കൂടി വന്നു. ഇവിടെ കുറഞ്ഞു പോകുന്നുണ്ട്, എന്നാലും പിന്നെയും അത് കൂടിയിട്ട് ഇൻഫിനിലോട്ട് പോകും. റേഞ്ച് ഈസ് ഈക്വൽ ടു -∞ to ∞. ഓക്കെ, സോ ദ ഫംഗ്ഷൻ ഇസ് ഓൺ ടു ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വളവ് വന്നിട്ടുണ്ട്. ഈ വളവ് വരുന്ന ഗ്രാഫിനെല്ലാം ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ അല്ല. ഗ്രാഫ് കാണുമ്പോൾ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചില്ല എങ്കിലും നമുക്ക് ഗ്രാഫ് കാണുമ്പോൾ തന്നെ ഫംഗ്ഷൻ 1 ആണോ ഓൺ ടു ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ വളഞ്ഞു പോകുന്ന ഗ്രാഫ് 1 അല്ല. ഇവിടെ -∞ മുതൽ ∞ വരെ ഗ്രാഫ് പോകുന്നത് കൊണ്ട് അത് ഓൺ ടു ആണ്. അടുത്ത ഫംഗ്ഷൻ 3 sin x. 3 sin x ഗ്രാഫ് വരച്ചില്ല എങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റും അത് 1 അല്ല, ഓൺ ടുവും അല്ല. ഓക്കെ, നമുക്കൊന്ന് വരച്ച് തന്നെ നോക്കാം. ഇതാണ് നമ്മുടെ 3 sin x ഗ്രാഫ്. -3 to 3 ആണ് അതിന്റെ റേഞ്ച്. ക്ലോസ്ഡ് ഇന്റർവൽ -3 to 3. അപ്പോൾ ഇവിടെ വരുന്ന y വാല്യൂസിനൊന്നും പ്രീ ഇമേജ് ഇല്ല. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു. ഹൊറിസോണ്ടൽ ലൈൻ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് 1. ആക്ടിവിറ്റി 18.2 ആദ്യത്തെ 3 പ്രോബ്ലത്തിന്റെ ആൻസർ കണ്ടുപിടിച്ചു. ഇനി അതിൽ കുറച്ച് പ്രോബ്ലംസും കൂടി ഉണ്ട്. ദ ഫോളോവിംഗ് ഫംഗ്ഷൻസ് ആർ ഡിഫൈൻഡ് ഫ്രം എ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. Say whether they are 1 to 1 or on to. Find the range of the function in each case. First one, f from r minus set 3 to r minus set 1 defined by f of x is equal to x minus 2 divided by x minus 3. Second one, f from closed interval -1 1 to closed interval -1 1 by 3 defined by f of x equal to x divided by x plus 2. Third one, f from r to r defined by f of x is equal to x divided by 1 plus modulus of x. ഇപ്പോൾ ഈ 3 ഫംഗ്ഷൻസ് നമുക്ക് ജിയോജിബ്രയിൽ നോക്കിയിട്ട് 1 ആണോ ഓൺ ടു ആണോ കണ്ടുപിടിക്കാം. ആദ്യത്തെ ഫംഗ്ഷൻ x-2 ഡിവൈഡ് ബൈ x-3. ആദ്യത്തെ ഫംഗ്ഷനിൽ ഡൊമൈൻ എടുത്തിരിക്കുന്നത് r minus set 3. വെൻ x is equal to 3, ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫൈൻ. സോ ഡൊമൈൻ ഇസ് ഈക്വൽ ടു r minus set 3. ഇപ്പോൾ ഇതിന്റെ റേഞ്ച് r minus set -1 ആണ്. രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സെറ്റ്, ഒരു ഇന്റർവൽ, ക്ലോസ്ഡ് ഇന്റർവൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷൻ r to r ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ x-2 ഡിവൈഡ് ബൈ x-3. ഇതുപോലെ ബ്രാക്കറ്റിന്റെ അകത്ത് x-2 ഡിവൈഡ് ബൈ x-3 കൊടുക്കാം. ഇതാണ് ഗ്രാഫ് x-2 ഡിവൈഡ് ബൈ x-3. ഹൊറിസോണ്ടൽ ലൈൻ മൂവ് ചെയ്യുമ്പോൾ ആ ലൈൻ ഒറ്റൊരു പോയിന്റിലൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ സൂം ചെയ്താൽ മതി, നമുക്കത് ഒരു പോയിന്റിലൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ കാണാൻ പറ്റും. സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ഒന്ന് കാണുന്നുണ്ടെങ്കിലും അവിടെ സൂം ചെയ്താൽ മനസ്സിലാകും ഒറ്റൊരു പോയിന്റിലൂടെ മാത്രമേ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നുള്ളൂ. ഹൊറിസോണ്ടൽ ലൈൻ ഒറ്റൊരു പോയിന്റിലൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ ആണ്. ഇവിടെ a is equal to 1 ആകുന്ന സമയത്ത് ഈ ലൈൻ ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നില്ല നമുക്ക് മനസ്സിലാക്കാം. 1 എന്ന് പറയുന്ന എലമെന്റ് കോഡൊമൈൻ്റെ അകത്തില്ല. കോഡൊമൈൻ്റെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടായാൽ മതി. 1ന് പ്രീ ഇമേജ് ഉണ്ടാവേണ്ട ആവശ്യം നമുക്കിവിടെ ഇല്ല. ഓക്കെ, കാരണം എന്താ? 1 is not in കോഡൊമൈൻ. കോഡൊമൈനിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണ്. 1 അല്ലാത്ത ഏത് വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഹൊറിസോണ്ടൽ ലൈൻ കർവിനെ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ദ ഫംഗ്ഷൻ ഇസ് ഓൺ ടു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 1 എന്ന് പറഞ്ഞ പോയിന്റ് കോഡൊമൈനിൽ ഇല്ല. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് r മൈനസ് സെറ്റ് 3 ടു r മൈനസ് സെറ്റ് 1. കോഡൊമൈനിലെ എല്ലാ എലമെന്റിനും പ്രീ ഇമേജ് ഉണ്ട്. സോ ദ ഫംഗ്ഷൻ ഇസ് ഓൺ ടു ഫംഗ്ഷൻ. സോ ദിസ് ഫംഗ്ഷൻ ഇസ് ബോത്ത് 1 ആൻഡ് ഓൺ ടു. Now second one, f of x is equal to x divided by x plus 2 in closed interval -1 1. x divided by x plus 2 എന്ന് കൊടുക്കുക. in closed interval -1 1. -1 less than or equal to x less than or equal to 1. ഇതാണ് ഗ്രാഫ്. ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതാണ്. ഗ്രിഡ് നമുക്ക് എടുക്കാം ഈ വാല്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ മൂവ് ചെയ്താൽ ഹൊറിസോണ്ടൽ ലൈൻ
ഒറ്റൊരു പോയിന്റിൽ മാത്രം പാസ് ചെയ്യുന്നത് കാണാം. ഫംഗ്ഷന്റെ ഗ്രാഫിലൂടെ ഹൊറിസോണ്ടൽ ലൈൻ മൂവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ കേർവിനെ ഒറ്റൊരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് കാണാം. സോ ദ ഫംഗ്ഷൻ ഇസ് 1 ഫംഗ്ഷൻ. അതുപോലെ ഈ ഫംഗ്ഷന്റെ കോഡൊമൈൻ തന്നിരിക്കുന്നത് -1 1/3 ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ -1 1/3. ഇവിടെ ഇരിക്കുന്ന പോയിന്റ് 1/3 ആണ്. ഇവിടെ 0.5 0.4 0.333 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. സോ range of this function is closed interval -1 1/3. So codomain equal to range. So this function is onto. തന്നിരിക്കുന്ന കോഡൊമെയിനും ഫംഗ്ഷന്റെ റേഞ്ചും സെയിം സെറ്റ് ആണ്. കോഡൊമെയിനിൽ ഇരിക്കുന്ന എല്ലാ എ വാല്യൂസിനും നമ്മുടെ ഗ്രാഫ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നോ ഒന്നിൽ കൂടുതലോ പോയിന്റിൽ മീറ്റ് ചെയ്താൽ ഫംഗ്ഷൻ ഓൺ ടു ആണ്. സോ ദിസ് ഫംഗ്ഷൻ ഇസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു. Now third one, x divided by 1 plus modulus of x. X divided by 1 plus absolute x. ഇതാണ് ഫംഗ്ഷന്റെ ഗ്രാഫ്. ഹൊറിസോണ്ടൽ ലൈനിനെ മൂവ് ചെയ്താൽ ഹൊറിസോണ്ടൽ ലൈൻ ഒറ്റൊരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഫംഗ്ഷൻ ഇസ് 1 1. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് R to R ആണ്. പക്ഷേ ഇവിടെ 1 വരെ മാത്രമേ ഗ്രാഫ് പോകുന്നുള്ളൂ. -1 മുതൽ 1 -1 to 1 ഈ റേഞ്ചിന്റെ അകത്താണ് നമ്മുടെ ഗ്രാഫ് ഇരിക്കുന്നത്. 1ന്റെ മുകളിലോട്ട് വാല്യൂ പോകുന്നില്ല. 1 divided by 1 plus modulus of x ആണ്. When x is equal to 1, we get 1/1 plus 1. That is 1/2. When x is 2, 2/3. When x is 3, 3/4. 1/2, 2/3, 3/4, 4/5. അതുപോലെയാണ് y വാല്യൂ വരുന്നത്. വിച്ച് ഇസ് ഓൾവേസ് ലെസ് ദാൻ 1. ഓക്കെ, 1നേക്കാളും 1 തന്നെ ആവുന്നില്ല. കാരണം 1/2, 2/3, 3/4 ആ വാല്യൂസ് ആണ് വിച്ച് ഇസ് ടെൻഡിങ് ടു 1 ബട്ട് നോട്ട് ഈക്വൽ ടു 1. ഓക്കെ, അതുപോലെ തന്നെ ദാറ്റ് വാല്യൂ f of x is tending to -1 ബട്ട് നോട്ട് ഈക്വൽ ടു -1. ഇതിന്റെ റേഞ്ച് വരുന്നത് ഓപ്പൺ ഇന്റർവൽ -1 1. പക്ഷെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f ഫ്രം R to R ആണ്. കോഡൊമെയിൻ R ആണ്. കോഡൊമെയിൻ R. യഥാർത്ഥത്തിൽ ഇവിടെ റേഞ്ച് വരുന്നത് ഓപ്പൺ ഇന്റർവൽ -1 1. കോഡൊമെയിൻ ഇസ് നോട്ട് ഈക്വൽ ടു റേഞ്ച്. നൗ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1. അതായത് ഇവിടെ വരുന്ന നമ്മുടെ എ വാല്യൂ 1.1 ആയി കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ കേർവിനെ ടച്ച് ചെയ്യുന്നേ ഇല്ല. അതായത് ഈ y വാല്യൂവിന് പ്രീ ഇമേജ് ഇല്ല. സോ ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ റേഞ്ച് ഇസ് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ ടു എന്നും പറയാം. ഇതിൽ വരുന്ന മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് റേഞ്ച് ഓഫ് ആൻ ഓൺ ടു ഫംഗ്ഷൻ? നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. റേഞ്ച് ഓഫ് ഓൺ ടു ഫംഗ്ഷൻ ഈക്വൽ ടു കോഡൊമെയിൻ. ആക്ടിവിറ്റി 18.2ന്റെ ഒബ്സർവേഷൻസ് എങ്ങനെ എഴുതണം എന്ന് നോക്കാം നമുക്കിപ്പോൾ. ഒബ്സർവേഷൻ ബുക്കിന്റെ ലെഫ്റ്റ് സൈഡാണ് ഈ ഫൈൻഡിങ്സ് നമ്മൾ എഴുതേണ്ടത്. ജിയോജിബ്ര ഫയൽ എടുത്തിട്ട് ഈ 3 ഫംഗ്ഷൻസ് 1 1 ഓൺ 2 ആണെന്ന് നോക്കിയിട്ടുണ്ട്. റേഞ്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇവിടെ നോട്ട് ചെയ്ത് വെക്കണം. x² + 2 is not 1 1, not on 2. Its range is to infinity closed at 2. x³ - 3x² + 3 is not 1 1, but it is on 2. Range of this function is R. 3 sin x is not 1 1, not on 2. Range of this function is closed interval -3 3. f of x equal to x minus 2 divided by x minus 3. f is 1 1 and on 2. Range is equal to r minus set minus 1. f of x is equal to x divided by x plus 2. This function is 1 1 and on 2. Range of function is closed interval -1 1/3, which is equal to codomain. f from R to R defined by f of x is equal to x divided by 1 plus modulus of x. This function is 1 1, but it is not on 2. Here range is equal to open interval -1 1. ഈ ആറിന് പകരം അവിടെ ഓപ്പൺ ഇന്റർവൽ -1 1 എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫംഗ്ഷൻ ഓൺ 2 ആകുമായിരുന്നു. പക്ഷെ ഇവിടെ ഹോൾ സെറ്റ് R എടുത്തത് കൊണ്ടാണ് ഫംഗ്ഷൻ നോട്ട് ഓൺ 2 ആയിട്ട് മാറിയത്. When codomain equal to range, given function is on 2. Okay, codomain equal to range ആയി കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓൺ 2 ആയിട്ട് മാറും.
നമുക്ക് ഈ ആപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നിരിക്കുന്ന ഒരു ലീനിയർ ഫംഗ്ഷൻ, ഇവിടെ എടുത്തിരിക്കുന്നത് ലീനിയർ ഫംഗ്ഷൻ ആണ്, ഇതിന്റെ പവർ ഡിഗ്രി 1 ആണ്. ax+b ഫോമിലിരിക്കുന്ന ഫംഗ്ഷൻസ് ആണ്. ഈ ഫംഗ്ഷൻസ് 1 1 ആണോ ഓൺ 2 ആണോ നമുക്ക് നോക്കാം. ഓൾ ദീസ് ഫംഗ്ഷൻസ് ആർ ഫ്രം R to R. f of x is equal to 2x+3. ഈ ഫംഗ്ഷൻ 1 1 ആണോ ഓൺ 2 ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻ ആണ്. 2x+3യുടെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻസ് എല്ലാം 1 1 ഫംഗ്ഷനും ആണ്, ഓൺ 2 ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ ലൈൻ ഒറ്റൊരു പോയിന്റിലൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അതുകൂടാണ്ട് ഈ ഫംഗ്ഷന്റെ റേഞ്ച് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ. സോ ദ ഫംഗ്ഷൻ ഇസ് ബോത്ത് 1 1 ആൻഡ് ഓൺ 2. ax+b എന്ന് പറഞ്ഞ ലീനിയർ ഫോമിൽ വരുന്ന എല്ലാ ഫംഗ്ഷൻസും അതിന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ ഫംഗ്ഷൻസ് എല്ലാം 1 1 ഓൺ 2 ഫംഗ്ഷൻ ആയിരിക്കും. ഒബ്സർവേഷൻ ബുക്കിൽ ഈ കാര്യങ്ങളും കൂടി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. f of x is equal to 2x+3 which is 1 1 and on 2, range is equal to R. f of x is equal to 5x minus 2 which is 1 1 and on 2, range is equal to R. Any functions of the form ax+b, ab belongs to R, is 1 1 and on 2, range is equal to R. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചില പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ അതിന്റെ ഡിഗ്രി 2 ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് വിത്ത് ഡിഗ്രി 2, പോളിനോമിയൽ ഫംഗ്ഷൻസ് വിത്ത് ഡിഗ്രി 4, പോളിനോമിയൽ ഫംഗ്ഷൻസ് വിത്ത് ഡിഗ്രി 6. ഈ ഫംഗ്ഷൻസ് എല്ലാം 1 1 ഓൺ 2 ആകുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. x⁴, x⁴+1, x⁴ അതിൻ്റെ ഒക്കെ ഗ്രാഫ് ഇതുപോലെ യു ഷേപ്പിൽ വരും. ഇത് x⁴ ഗ്രാഫാണ്. നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് കൊണ്ട് അത് 1 1 അല്ല. ഹൊറിസോണ്ടൽ ലൈൻ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1. ഫംഗ്ഷൻ ഓൺ 2 അല്ല. ഇവിടുത്തെ y വാല്യൂനൊന്നും പ്രീ ഇമേജസ് ഇല്ല. ഇതിന്റെ റേഞ്ച് വരുന്നത് 0 to infinity ക്ലോസ്ഡ് at 0. റേഞ്ച് ഇസ് നോട്ട് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് ഓൺ 2. x⁴, x⁴ minus 1, x⁴+1 ഈ ഫംഗ്ഷൻസ് ഒന്നും 1 1 അല്ല, ഓൺ 2 അല്ല. അതുപോലെ തന്നെ x⁶ എടുത്ത് നോക്കാം നമുക്കിപ്പം. x⁶ ഇവിടെയും യു ഷേപ്പിലാണ് കേർവ് വരുന്നത്. ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1, നോട്ട് ഓൺ 2. 2x⁶+1 ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1, നോട്ട് ഓൺ 2. x⁶ plus x⁵ plus x⁴ ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1, നോട്ട് ഓൺ 2. അതായത് ഡിഗ്രി ഈവൻ നമ്പർ വരുന്ന ഫംഗ്ഷൻസ് ഒന്നും 1 1 ഫംഗ്ഷനും അല്ല, ഓൺ 2 ഫംഗ്ഷനും അല്ല. ഓക്കെ, ഇതിന്റെ ഡിഗ്രി 6 ആണ്. ഡിഗ്രി ഈവൻ നമ്പർ വരുന്ന പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒന്നും 1 1 ഫംഗ്ഷൻസും അല്ല, ഓൺ 2 ഫംഗ്ഷൻസും അല്ല. നമ്മൾ ഒബ്സർവ് ചെയ്തത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഈ ഫംഗ്ഷൻസ് ഡിഗ്രി 2 വന്ന, ഡിഗ്രി 4 വരുന്ന ഫംഗ്ഷൻസ്, ഡിഗ്രി 6 വരുന്ന ഫംഗ്ഷൻസ്, അതായത് ഡിഗ്രി ഈവൻ നമ്പർ വരുന്ന ഫംഗ്ഷൻസ് ഒന്നും 1 1 അല്ല, ഓൺ 2 അല്ല. ജനറൽ ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫംഗ്ഷൻ എടുക്കാം. ഡിഗ്രി 2 വരുന്ന ഒരു ഫംഗ്ഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ax² + bx+c. Taking x² outside, we get a + b/x + c/x². ഓക്കെ, x² കോമൺ ആയിട്ട് പുറത്ത് വെച്ചു. ഇവിടെ a + b/x + c/x² എന്ന് വരും. When this value a greater than 0, when x tends to infinity, f of x tends to infinity. x² ആണിരിക്കുന്നത്. എക്സിന്റെ വാല്യൂ കൂടുന്തോറും x² ഇൻഫിനിലോട്ട് പോകും. when x tends to infinity, x² tends to infinity. ഇപ്പൊ a പോസിറ്റീവ് ആകുമ്പോൾ a ഇൻറ്റു ഇൻഫിനിറ്റി തന്നെ വരും. പോസിറ്റീവ് വാല്യൂ a പോസിറ്റീവ് വാല്യൂ ആകുമ്പോൾ f of x tends to infinity. എക്സ് മൈനസ് ഇൻഫിനിലോട്ട് പോകുമ്പോഴും x² ഉള്ളത് കൊണ്ട് f of x tends to infinity. x² ആണ് ഇവിടെ ഇരിക്കുന്നത്. ഫംഗ്ഷൻ എത്ര വലിയ നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാലും x² ഉള്ളത് കൊണ്ട് ഫംഗ്ഷന്റെ വാല്യൂ പോസിറ്റീവ് ആകും. a പോസിറ്റീവ് ആയതുകൊണ്ട് f of x tends to infinity. ഇനി a നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ x tends to infinity വരുന്ന സമയത്ത് f of x tends to -infinity. when x tends to -infinity, f of x tends to -infinity. f of xന്റെ ഗ്രാഫ് യു ഷേപ്പ് ആയിട്ട് കിട്ടും. ഇവിടെ x⁶ കോയിഫിഷ്യന്റ് മൈനസ് എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫ് നേരെ തിരിച്ച് താഴോട്ട് പോകും. ഇതുപോലെയാണ് വരുന്നത്. ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1, നോട്ട് ഓൺ 2. ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ ഫംഗ്ഷൻ ഇസ് ഈവൻ നമ്പർ.
x⁴ കോയിഫിഷ്യന്റ് നെഗറ്റീവ് ആകുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ -∞ മുതൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഒരു മാക്സിമം വാല്യൂയിലേക്ക് എത്തും. പിന്നെ അത് ഡിക്രീസ് ചെയ്തുകൊണ്ട് -∞ തന്നെ പോകും. When a is less than 0, f of x tends to -∞ as x tends to infinity, and f of x tends to -∞ when x tends to -∞. So f of x equal to ax² plus bx plus c is not 1 and not onto. ഈവൻ പവർ വരുന്ന ഈവൻ ഡിഗ്രി വരുന്ന പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം നോട്ട് 1 നോട്ട് ഓൺടു. ഇതിന്റെ പവർ ഇതിന്റെ ഡിഗ്രി 2 ആണ്. ഈ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡിഗ്രി 2 ആണ്. പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡിഗ്രി 2, 4, 6 എക്സെട്ര വന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻസ് എല്ലാം നോട്ട് 1 നോട്ട് ഓൺടു ആയിരിക്കും. ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻസിന്റെ ഡിഗ്രി 3, 5 ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. ഓഡ് നമ്പർ ആണ് എടുത്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് എങ്ങനെ വരും നമുക്കൊന്ന് നോക്കാം. എക്സ് ക്യൂബിന്റെ ഗ്രാഫ് ആണ്. എക്സ് ക്യൂബ് ഇസ് ബോത്ത് 1 ആൻഡ് ഓൺടു. എക്സ് ക്യൂബ് പ്ലസ് 1 ഇസ് ബോത്ത് 1 ആൻഡ് ഓൺടു. എക്സ് ക്യൂബ് -3 ഇസ് ബോത്ത് 1 ആൻഡ് ഓൺടു. -∞ മുതൽ ഇൻഫിനിറ്റി വരെ റേഞ്ച് പോകുന്നുണ്ട്. 2x³ - 3x - 1 is both 1 and onto. 3x³ plus 4x² plus 6 ഈ ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ അല്ല. ഇവിടെ ഇങ്ങനെ വളവ് വന്നിട്ടുണ്ട്. ഇവിടെ 2 വളവ് വന്നിട്ടുണ്ട് അല്ലേ. സോ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1. ഇവിടെ എയുടെ ഈ വാല്യൂവിന് 0.1 നമുക്ക് 3 പ്രീ ഇമേജസ് കിട്ടും. 3 പോയിന്റിൽ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ മീറ്റ് ചെയ്യുന്നുണ്ട്. മൂന്ന് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ട്. സോ ദിസ് y വാല്യൂ ഹാസ് 3 പ്രീ ഇമേജസ്. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് 1. നമ്മൾ തൊട്ട് മുന്നേ നോക്കിയ ഫംഗ്ഷൻസിന്റെ ഡിഗ്രി 3 ആണ്. x³ പ്ലസ് 1 x³ -3 ആ ഫംഗ്ഷൻസ് എല്ലാം 1 ഓൺടു ഫംഗ്ഷൻസ് ആണ്. പക്ഷെ ഇവിടെ ഡിഗ്രി 3 ആണ്. ഈ ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ അല്ല. പക്ഷെ ഇത് ഓൺടു ഫംഗ്ഷൻ ആണ്. അടുത്ത ഒരു ഫംഗ്ഷൻ നോക്കാം നമുക്ക്. x⁵ plus 6x⁴ plus 3x³ plus x plus 2. This function is not 1. പക്ഷെ ഇതിന്റെ റേഞ്ച് -∞ മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. ഗ്രാഫ് -∞ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് ഇൻഫിനിറ്റും പോകുന്നുണ്ട്. സോ ദ ഫംഗ്ഷൻ ഇസ് ഓൺ ടു ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1 but it is on to. 2x⁵ plus 6x⁴ plus x plus 4 is not 1. ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ ഇസ് നോട്ട് 1. ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട്. 2 വളവുകൾ വന്നിട്ടുണ്ട്. സോ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1 but it is on to. Range is -∞, ഓപ്പൺ ഇന്റർവൽ -∞. അപ്പോൾ നമ്മൾ എടുക്കുന്ന പോളിനോമിയൽ ഫംഗ്ഷന്റെ പവർ ഡിഗ്രി ഓഡ് നമ്പർ ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷെ 1 ആവണമെന്നില്ല. x³ 2x³ x³ -1 എക്സെട്ര 1 ഫംഗ്ഷൻ ആവുന്നുണ്ട്. ചില ഫംഗ്ഷൻസ് 1 ആവുന്നുണ്ട്. പക്ഷെ ചില ഫംഗ്ഷൻസ് 1 ആവുന്നില്ല. Now these functions are 1 and on to. ഈ ഫംഗ്ഷൻസ് 1 അല്ല പക്ഷെ ഓൺ ടു ആണ്. ഇതൊക്കെ നമ്മൾ ജിയോജിബ്രയിൽ നോക്കി. ഈ ഫംഗ്ഷൻസ് 1 അല്ല നമ്മൾ കണ്ടു. പക്ഷെ ആ ഫംഗ്ഷൻസ് ഓൺ ടു ഫംഗ്ഷൻസ് ആണ്. ഒരു പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡിഗ്രി ഓഡ് നമ്പർ ആയി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻസ് എല്ലാം ഓൺ ടു ഫംഗ്ഷൻസ് ആണ്. -∞ to ഇൻഫിനിറ്റി ആണ് അതിന്റെ റേഞ്ച്. ഡിഗ്രി 3 ആയ ഒരു പോളിനോമിയൽ എടുത്തിട്ടുണ്ട്. ax³ plus bx² plus cx plus d. x³ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇൻസൈഡ് ബ്രാക്കറ്റ് a plus b/x plus c/x² plus d/x³. When x tends to infinity, b/x, c/x², d/x³ tends to 0. So we have x³ into a. When a is greater than 0 and x tends to infinity, f of x tends to infinity. When x tends to -∞, x³ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ക്യൂബ് എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആണ് വരിക. -∞ ആണ് പോവുക. a is greater than 0, x tends to -∞, so f of x tends to -∞. When a less than 0, ഈ കോൺസ്റ്റന്റ് ഇവിടെ ഇരിക്കുന്ന ഈ കോയിഫിഷ്യന്റ് ലെസ് ദാൻ 0 ആയി കഴിഞ്ഞാൽ x tends to infinity പോകുന്ന സമയത്ത് f of xന്റെ വാല്യൂ -∞ പോകും. കാരണം a നെഗറ്റീവ് ആയതുകൊണ്ടാണ്. x tends to infinity ആകുമ്പോൾ x³ വാല്യൂ ഇൻഫിനിറ്റ് പോകും. a നെഗറ്റീവ് ആയതുകൊണ്ട് f of x -∞ ആണ് പോകുന്നത്.
when a less than 0 and x tends to minus infinity, f of x tends to infinity. എക്സ് ക്യൂബിൻ്റെ വാല്യൂ മൈനസ് ഇൻഫിലോട്ട് പോകും, എയുടെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് വരും. അപ്പം എങ്ങനെ ആയിക്കഴിഞ്ഞാലും എ ഗ്രേറ്റർ ദാൻ 0 എ ലെസ് ദാൻ 0 ആയിക്കഴിഞ്ഞാലും ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് വരുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു ആർ. സോ ദ ഫംഗ്ഷൻ ഇസ് ഓൺ ടു ഫംഗ്ഷൻ. ഡിഗ്രി ഓഡ് നമ്പറായ പോളിനോമിയൽ ഫംഗ്ഷൻസ് ഓൺ ടു ഫംഗ്ഷൻ ആണ്. പക്ഷെ 1 ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ചില ഫംഗ്ഷൻസ് 1 ആയിരിക്കും, ചില ഫംഗ്ഷൻസ് 1 ആവണമെന്നില്ല. ലാബ് 18ൻ്റെ ആക്ടിവിറ്റി 18.1 ആക്ടിവിറ്റി 18.2 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചെയ്തത്. ഈ ലാബിൽ ഇനി 2 വീഡിയോയും കൂടിയുണ്ട്, 18.3 ആൻഡ് 18.4. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.